ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇത് പാർക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ശ്രീനാരായണ ഗുരു പാർക്കാണ്. നമ്മുടെ മ്യൂസിയം ജംഗ്ഷനിലാണ് ഈ പാർക്കുള്ളത്. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മളിതിനകത്തുള്ള ചുറ്റുപാട് നമ്മളൊന്ന് കാണിച്ചു. അങ്ങനെ നമ്മൾ പാണയത്തുള്ള വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മുടെ ആട്ടയിലാണ് യാത്ര. നേരെ നമ്മൾ വഞ്ചുവം റോഡാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വഞ്ചുവത്തു നിന്നും നമുക്ക് ഇനി പോകേണ്ടത് കവടിയാറാണ്. അങ്ങനെ നമ്മൾ ഇപ്പോൾ കവടിയാർ എത്തിയിട്ടുണ്ട്. കവടിയാർ നല്ല കാഴ്ചയാണല്ലേ. അങ്ങനെ നമ്മൾ കവടിയാർ വഴി ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് മ്യൂസിയം എന്ന് പറയുന്ന ഒരു ജംഗ്ഷൻ കണ്ടോ. ഈ ജംഗ്ഷനിൽ നമ്മുടെ മ്യൂസിയത്തിന് ഓപ്പോസിറ്റായിട്ട് നിങ്ങൾ കാണുന്നതാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു പാർക്ക് കേട്ടോ. കൂട്ടുകാരെ, ഞാൻ പറഞ്ഞല്ലോ, ശ്രീനാരായണ ഗുരു പാർക്ക് എന്ന് പറയുന്ന മ്യൂസിയം ജംഗ്ഷനിൽ നമ്മുടെ മ്യൂസിയത്തിന് ഓപ്പോസിറ്റായിട്ടാണ് പ്രവർത്തിച്ചു വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കേരള സർക്കാരിൻ്റെ കീഴിലാണ് ഇത് പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു പാർക്കാണ്. നമുക്ക് ഇരുന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യമുള്ളൊരു സ്ഥലം. സന്ദർശന സമയം എന്ന് പറയുന്നത് രാവിലെ 8:30 മുതൽ 11:30 വരെയും വൈകുന്നേരം 3:30 മുതൽ 8:30 വരെയാണ് കേട്ടോ. തിങ്കളാഴ്ച അവധിയാണ്. നമ്മുടെ സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലാണ് ഇതുള്ളത് കേട്ടോ. നല്ല രീതിയിലുള്ള പൂക്കളും പിന്നെ അതുകൂടാതെ തന്നെ ചെറിയ രീതിയിലുള്ള പച്ചപ്പും കാര്യങ്ങളും, പിന്നെ ഇരിക്കാനുള്ള നമ്മുടെ കല്ലിൽ തീർത്ത ഇരിപ്പിടങ്ങളൊക്കെയാണ് ഇവിടുത്തെ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഫോട്ടോസ് എടുക്കുന്നതിന് വേണ്ടിയൊക്കെ നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. നല്ല പൂക്കളുടെയൊക്കെ ഒരു അകമ്പടിയിൽ നമുക്ക് നിന്ന് ഫോട്ടോസ് എടുക്കാനൊക്കെ നല്ല രീതിയിൽ ഇവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ പാർക്ക്. അതുകൂടാതെ തന്നെ നമ്മുടെ കാണുമ്പോൾ അത് അത്രയും മനോഹരമായ രീതിയിലുള്ളൊരു വ്യൂ കിട്ടുന്നുണ്ട്. നമുക്ക് ഇതിനകത്തൊരു വീഡിയോ എടുക്കാനും കാര്യങ്ങൾക്കായിട്ട്, അപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഒക്കെ എടുക്കണം, നല്ല വ്യൂ ഉള്ള ഒരു പാർക്ക് തന്നെയാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു പാർക്ക് കേട്ടോ. പിന്നെ നമുക്ക് ഇരുന്ന് സല്ലപിക്കാനും കാര്യങ്ങൾക്കായിട്ടൊക്കെ ഉള്ള ഒരു കുഞ്ഞു പാർക്കാണ് ഇത്. അപ്പോൾ നമ്മൾ എന്തായാലും ശ്രീനാരായണ ഗുരു പാർക്കിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്തായാലും ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറയാതെ പോകുന്നത് അത്ര ശരിയാവില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറയാം കേട്ടോ. നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ഏകദേശം 12 കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാമപ്രദേശമായ ചെമ്പഴന്തിയിലെ വയൽവാരം വീട്ടിൽ കൊല്ലവർഷം 1032 ചിങ്ങം 5-നാണ് കേട്ടോ നമ്മുടെ ശ്രീനാരായണ ഗുരു ജനിക്കുന്നത്. ക്രിസ്തുവർഷം 1855 ഓഗസ്റ്റ് മാസം 20-ന് ചതയം നക്ഷത്രത്തിലാണ് ജനനം. വയൽവാരം വീട് വളരെ പഴക്കം ചെന്ന ഒരു തറവാടാണ് കേട്ടോ. അക്കാലത്തെ ഈഴവരിൽ മെച്ചപ്പെട്ടൊരു വീടായിരുന്നു അത്. അദ്ദേഹത്തിൻ്റെ പിതാവ് കൊച്ചുവിളയിൽ മാടൻ സംസ്കൃത അധ്യാപകനായിരുന്നു. ജ്യോതിഷത്തിലും ആയുർവേദ വൈദ്യത്തിലും ഹിന്ദു പുരാണങ്ങളിലും അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നു കേട്ടോ. അധ്യാപകനായിരുന്നതിനാൽ ആശാൻ എന്ന പേർ ചേർത്ത് മാടൻ ആശാൻ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. കുട്ടിയമ്മ എന്നായിരുന്നു അമ്മയുടെ പേര്. 3 സഹോദരിമാരുണ്ടായിരുന്നു ഗുരുദേവന്. ദേവിയമ്മ, കൊച്ചു, മാത എന്നിവരായിരുന്നു അവർ. നാണു എന്നാണ് കുട്ടിക്കാലത്ത് വിളിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ അമ്മാവൻ കൃഷ്ണൻ വൈദ്യൻ അറിയപ്പെടുന്ന ഒരു ആയുർവേദ വൈദ്യനാണ്. സംസ്കൃത പണ്ഡിതനുമാണ് കേട്ടോ. ജനിച്ചത് വയൽവാരം വീട്ടിലായിരുന്നെങ്കിലും മാതൃകുടുംബം മണക്കൽ ക്ഷേത്രത്തിനു പടിഞ്ഞാറുള്ള ഇലഞ്ഞിക്കൽ വീടാണ് കേട്ടോ. നമ്മുടെ നാണു എന്ന് പറയുന്ന നമ്മുടെ ഗുരുദേവൻ്റെ 15ാമത്തെ വയസ്സിലാണ് അമ്മ മരണപ്പെടുന്നത്. തൻ്റെ കൗമാരകാലം അച്ഛനെയും അമ്മാവനെയും സഹായിച്ചും പഠനത്തിലും അടുത്തുള്ള മണക്കൽ ക്ഷേത്രത്തിൽ ആരാധനയിൽ മുഴുകിയും കഴിഞ്ഞു. ചെറുപ്പത്തിലെ കാർഷിക വൃത്തിയിൽ നാണു തൽപരനായിരുന്നു. ചെറുപ്പം മുതലേ അയിത്താചാരങ്ങളുടെ പ്രതിപത്തി അദ്ദേഹത്തിനില്ലായിരുന്നു. മറ്റുള്ളവർ ചെയ്യുന്നത് എന്തും അതേപടി അനുകരിക്കാൻ അദ്ദേഹം മടി കാണിച്ചു. ഭക്തന്മാർക്ക് വേണ്ടി രാമായണം വായിക്കുക അദ്ദേഹത്തിന് പ്രിയമുള്ള കാര്യമായിരുന്നു. ഇടയ്ക്ക് തിരുവനന്തപുരത്ത് പോവുകയും അവിടെ വച്ച് ഒരു തമിഴ് വ്യാപാരിയുടെ സഹായത്താൽ തമിഴിലെ പ്രാചീന കൃതികളായ തോൽക്കാപ്പിയം, മണിമേഖല, തിരുക്കുറൽ, കുണ്ടലക്കേശി, തേമ്പാമണി, ചിലപ്പതികാരം, അകനാനൂറ്, തേവാരം, തിരുവാചകം എന്നിവ വായിക്കുകയുണ്ടായി കേട്ടോ. മണിക്കൽ ക്ഷേത്രത്തിന് കിഴക്ക് താമസിച്ചിരുന്ന കണ്ണങ്കര ഭവനത്തിലെ ചെമ്പഴന്തിപ്പിള്ള എന്ന ആശാനായിരുന്നു നാണുവിനെ എഴുത്തിനിരുത്തിയത് കേട്ടോ. ഗുരുമുഖത്തു നിന്നല്ലാതെ തൻ്റെ അച്ഛൻ്റെയും അമ്മാവൻ കൃഷ്ണൻ വൈദ്യൻ്റെയും ശിക്ഷണത്തിൽ വീട്ടിലിരുന്ന് അറിവ് നേടുകയുണ്ടായിരുന്നു. 8 വീട്ടിൽ മൂത്ത പിള്ളയിൽ നിന്ന് നാണു സിദ്ധരൂപം, ബാലപ്രബോധനം, അമരകോശം എന്നീ പുസ്തകങ്ങളിലും അറിവ് നേടി. കൂടാതെ തമിഴ്, സംസ്കൃതം, മലയാളം എന്നീ ഭാഷകളിലും പാണ്ഡിത്യം നേടി കേട്ടോ.
ഇങ്ങനെയൊക്കെ അറിവ് നേടിയ നമ്മുടെ നാണു എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരു ഇന്ത്യയിലെ കേരളത്തിൽ നിന്നുള്ള തത്വചിന്തകനും സന്യാസിയും കേരള നവോത്ഥാന ചരിത്രത്തിലെ ഒരു സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു കേട്ടോ. 1855 ജനിച്ചു. 1928 നമ്മുടെ ശ്രീനാരായണ ഗുരു നമ്മോട് വിട പറയുന്നത് കേട്ടോ. ഇദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് നമ്മുടെ സവർണ മേൽക്കോയ്മയ്ക്കെതിരെയൊക്കെ കൂടായ്മ, തീണ്ടിക്കൂടായ്മ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെയും പിന്നെ ജാതി വ്യവസ്ഥയ്ക്കെതിരെയൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. വിവേകം താനേ വരില്ല, യത്നിക്കാൽ ധാരാളം വായിക്കണം എന്ന് ഗുരു നമ്മെ പറഞ്ഞ് പഠിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. നമ്മുടെ ജനങ്ങളോട് എപ്പോഴും പറഞ്ഞ് പഠിപ്പിക്കുകയുണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ പാർക്കിനകത്തെ നമ്മുടെ ശ്രീനാരായണ ഗുരു പാർക്കിനകത്ത് ഒരുപാട് ശില്പങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ശില്പങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊത്തുപണികൾ ചെയ്തു വെച്ചിട്ടുണ്ട് ചുമരിൽ. അത് ഒരുപാട് നമ്മുടെ ആ സമയത്ത് നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ കാലഘട്ട സമയത്തൊക്കെ നടന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയിക്കാൻ രീതിയിലുള്ള ഒരുപാട് കഥകളുടെ ആ ഒരു ചിത്രങ്ങൾ അല്ലെങ്കിൽ കൊത്തുപണികൾ ഇവിടെ അവർ നമ്മുടെ പാർക്കിൻ്റെ അധികൃതർ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അതെന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും നമുക്കിത് അറിയുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയണമല്ലോ, ഇതിനെക്കുറിച്ച് ഓരോ കാര്യങ്ങളൊക്കെ നമുക്കറിയണമല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ ചുമരിലിതെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. തറ നോക്കി നമുക്ക് നല്ല രീതിയിൽ കല്ലുകൊണ്ടാണ് തറയൊക്കെ പാവിയിരിക്കുന്നത്. നല്ല പച്ചപ്പും നടക്കാനുള്ള സൗകര്യമൊക്കെ നമുക്ക് നടക്കാനൊക്കെ പ്രത്യേകം നല്ല രീതിയിൽ വൃത്തിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് എന്നും അവർ വെള്ളമൊക്കെ നനയ്ക്കുന്നുണ്ടെന്നാണ് അവിടെ ഉണ്ടായിരുന്ന പാർക്കിൽ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞത് കേട്ടോ. അത്രയും മെയിൻറ്റെയിൻ ചെയ്ത് എല്ലാ പ്രാവശ്യവും അവർ നല്ല രീതിയിൽ ക്ലീൻ ആക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ആൾക്കാർ വരുന്നുണ്ട് രാത്രി നമ്മുടെ സന്ധ്യാസമയങ്ങളിലൊക്കെ ഇവിടെ ഒരുപാട് പേര് വരാറുണ്ടെന്നും ഇവിടെ വന്നിരിക്കാറുണ്ടെന്നും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ശ്രീനാരായണ ഗുരു ഇവിടെ ഫ്രണ്ട് നമ്മൾ വന്ന് കയറുമ്പോഴത്തേക്ക് കാണുന്നതേ നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെയാണ്. അതുകൂടാതെ അത് നമ്മുടെ പുഷ്പങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ പച്ചപ്പിനിടയിലാണ് നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെ നമുക്ക് കാണാൻ കഴിയുക. അത്രയും വളരെ സൗന്ദര്യമായിട്ട് നല്ല രീതിയിൽ അവർ ആ ഒരു ശില്പം നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ ശില്പം ഇവിടെ ചെയ്തു വച്ചിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിലാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു സ്റ്റെപ്പും അതുകൂടാതെ തന്നെ ഒരു സ്റ്റീൽ വേലിയൊക്കെ ചെയ്ത് നല്ല ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയൊരു ലൈറ്റ് അറേഞ്ച്മെൻ്റൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് നൈറ്റ് കാണാൻ വേണ്ടി ഇത്തിരി ഭംഗിയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. ലൈറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞു. നമ്മളിന്ന് പുറത്തിറങ്ങാമെന്നുള്ളതായി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളതൊക്കെ ആയി. പിന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിൽ ഒരുപാട് സംസാരിക്കാൻ കഴിയത്തില്ല. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞത്. ഇതൊന്നുമല്ല, ഇനിയും ഒരുപാടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ തിരികെ വരികയാണ് കേട്ടോ. നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകണം. അപ്പോൾ പോകുന്ന വഴിയിലുള്ള നിങ്ങളുടെ കാഴ്ചകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കവടിയാർ എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ കാണുന്ന കാഴ്ചകളാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നെടുമങ്ങാടോട്ടാണ് വരുന്നത്. നമ്മൾ നേരെ വീട്ടിലെത്തി. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലൂടെ പ്രസ് ചെയ്യണമെങ്കിൽ പുതിയ വീഡിയോ കാണാൻ കഴിയുന്നതായിരിക്കും. ടാറ്റാ.